നമസ്കാരം. വീണ്ടും മണിപ്പീച്ച മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് മാർക്കറ്റ് 30 പോയിന്റ് ഡൗണും ബാങ്ക് നിഫ്റ്റി 110 പോയിന്റ് ഡൗണ്. എക്സ്പെക്റ്റഡ് തന്നെ. ഇതിൽ 1000 പോയിന്റ് ഷിഫ്റ്റായി ആ സ്ഥലത്തിലാണ് മാർക്കറ്റ് കളിച്ചുകൊണ്ട് ഡൗൺവേർഡ് ബയേഴ്സ് ഒരുപാട് ഇരിക്കുന്നു. ട്രംപിൻ്റെ കെടു തീരുന്നു. അതുപോലെ ഈ വാരം ലാസ്റ്റിലിരുന്ന് വാട്ടർ റിസൾട്ട്സ് വരാൻ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം എന്ത് കാര്യമെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ട്രെൻഡ് ഈ ആഴ്ചയിൽ ക്ലിയർ ആകും. ഇപ്പോൾ ഏത് സ്ഥലത്തിലും ഒരു ഗുഡ് ന്യൂസ് ഇരിക്കുന്നത് പോലെ അറിയാൻ പറ്റുന്നില്ല. ആസ് യൂഷ്വൽ ട്രംപ് ബൾട്ടി അടിച്ചായിരുന്നു. അവർ ബൾട്ടി അടിച്ചില്ല, അവരുടെ ടീം ബൾട്ടി അടിച്ചതുപോലെ ഞാൻ നോക്കുന്നു. അമേരിക്കയിൽ ഫ്യൂച്ചേഴ്സ് ഡൗൺ ആയിരിക്കുന്നു. സോ മാർക്കറ്റിനെ എങ്ങനെ വായിക്കണമെന്ന് എനിക്കറിയുന്നില്ല. ഒരു ജൂലൈ 7 ഇതിന് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞില്ല. ഓഗസ്റ്റ് 1 ഇത് തന്നെ ടാരിഫ് ഇടുമെന്ന് പറഞ്ഞു. പക്ഷേ അവർ ഓട്ടോമാറ്റിക്കായിട്ട് 24 ദിവസത്തിന് ടൈം നെഗോഷിയേഷൻ കൊടുത്തായിരുന്നു. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യാമോ? അങ്ങനത്തെ ചോദ്യം. ഇല്ലെങ്കിൽ 24 ദിവസത്തിൽ എന്തെങ്കിലും ഒരു വലിയ മെഗാ ഡീൽ സൈൻ ആകുമോ? അതും ഒരു ചോദ്യമാണ്. ഡീൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള ഡീലുകളുടെ മുഖ്യമല്ല. മുഖ്യമായിട്ട് 3 ഡീൽ ചെയ്യണം. ഒന്ന് ജപ്പാൻ, ഇനിയൊന്ന് ചൈന, ഇനിയൊന്ന് യൂറോപ്യൻ ഡീൽ. അത് 3ൻ്റെ അകത്തിൽ ഡീൽ വരാതെ വരയ്ക്കും. ഇത് വന്നിട്ട് ഒരു വലിയ ഡീൽ എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യയോടൊപ്പം ഒരു മിനി ഡീൽ ഇടാമെന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതുപോലത്തെ ഒരു ഡീലിൽ അഗ്രികൾച്ചർ ഡയറിയൊക്കെ ഓപ്പൺ ചെയ്യാൻ പറയുന്നു. അഗ്രികൾച്ചർ ഡയറി ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ സർവീസസ് സെക്ടറിന് ഓപ്പൺ ചെയ്യാൻ പറയും. അപ്പോൾ അവർ ഓപ്പൺ ചെയ്യുമോ? ഇങ്ങനെ പല ചോദ്യങ്ങളിരിക്കുന്നു. പക്ഷേ എപ്പോൾ എവിടെ ഡീൽ വരുമെന്ന് നമുക്കൊരു വിഷയം അറിയാൻ പറ്റുന്നില്ല. ഈ ജൂൺ ക്വാർട്ടർ എന്ന് പറയുന്നത് നോർമലി ഐ.ടിക്ക് നല്ല ക്വാർട്ടറാണ്. പക്ഷേ ഈ പ്രാവശ്യം റിസൾട്ട് വളരെ നല്ലതായിരിക്കത്തില്ല എന്നാണ് പറഞ്ഞത്. റിസൾട്ട് വന്നതിന് ശേഷം നമുക്കറിയാൻ പറ്റും. ഇന്ന് മുഖ്യ വാർത്തകൾ. ബാങ്ക് നിഫ്റ്റി ഡൗൺ ആയിരിക്കുന്നു. 2-3 ദിവസം കൊണ്ട് ഡൗണാ തന്നെ ഇരിക്കുന്നു. ഒരു ഓപ്റ്റിമിസത്തിൽ കയറ്റിയായിരുന്നു. അതിനെ ഇറക്കുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഡെപ്പോസിറ്റിൻ്റെ പുറകിൽ എല്ലാ ബാങ്കും ഓടിക്കൊണ്ടിരിക്കുന്നു. ബാങ്ക് ഓഫ് ബറോഡ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ മിനിമം ഡെപ്പോസിറ്റ് കൂടെ വേണ്ട, നിങ്ങൾ സീറോ ബാലൻസ് അക്കൗണ്ട് തുറന്നാലും പ്രശ്നമില്ല. ബാങ്ക് ഓഫ് ബറോഡ പറയുന്നു. ബറോഡ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിൽ പുതു ജനറേഷൻ ജെൻസി എന്ന് പറയുന്ന ആൾക്കാർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യത്തില്ല. എന്തെന്ന് വെച്ചാൽ ടെക്നോളജി വൈസ് ദേ കനോട്ട് മാച്ച് ഇൻഡഷ്യൻ ബാങ്ക്സ്. ടെക്നോളജി ഇല്ലാതെ ഇന്ത്യയിൽ റീറ്റെയിൽ ബിസിനസ് ഇനി ചെയ്യുന്നത് വളരെ കഷ്ടമാണ്. കാരണം ഫിൻടെക് ലെവൽ ടെക്നോളജി ഇല്ലെങ്കിൽ സർവേ ചെയ്യാൻ പറ്റത്തില്ല. സെക്ടർ ബാങ്കിനൊക്കെ വളരെ കഷ്ടം. ബ്രാഞ്ചസിൻ്റെ മോർ ബിസിനസ് കിട്ടുമെന്ന് ആവശ്യമില്ല. കാരണം ഈ ബാങ്ക് ഓഫ് ബറോഡ മിനിമം ബാലൻസ് വേവ് ഓഫ് ചെയ്യുന്ന കാരണം തന്നെ നിങ്ങൾക്ക് വലുതായിട്ട് അക്കൗണ്ട് വരത്തില്ല, കിട്ടിയില്ല. മാനേജേഴ്സിന് മറ്റും അക്കൗണ്ട് വച്ചിട്ട് എംപ്ലോയീസിനൊക്കെ ഈ ഡീൽ ചെയ്തുവെങ്കിൽ ഇതുപോലത്തെ ബാങ്ക് ഒന്നും നന്നാകത്തില്ല. ഇത് ക്ലിയർ ആയിരിക്കണം. ഇതിൽ ഇടരുത് എന്നാണ് എൻ്റെ അഡ്വൈസ്. ഐ.ടി.സിനെ കുറിച്ച് സാറ്റർഡേ ഞാൻ സംസാരിച്ചപ്പോൾ 15 ടൈംസ് ഏർണിങ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെയായിരുന്ന കാരണം ഈ പോയിന്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു. പക്ഷേ വെരി ഹാപ്പി. കമൻസിൽ ഒരുപാട് ആൾക്കാർ ഈ പോയിന്റ്സിനെ പറഞ്ഞായിരുന്നു. ഇന്ത്യൻ ഹോട്ടലിൻ്റെ 1 ടൈം പ്രോഫിറ്റ് കാരണത്താൽ തന്നെ 15 ടൈം ഏർണിങ്സ് അടുത്ത ഡെഫിനറ്റായിട്ട് നോർമലൈസ് ആകും. നോർമലൈസ് ആൻ 25 to 26 ഏർണിങ്സ് തന്നെ ഇരിക്കും. അത് വലുതായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല. ഗാവത്തിലട്ട കൺസ്യൂമേഴ്സൊക്കെ 60 ടൈം ഏർണിങ്സ് കൊടുക്കുന്ന ഐ.ടി.സിക്ക് 25 ടൈംസ് ഏർണിങ്സ് കൊടുക്കുന്നതിൽ പ്രോബ്ലമില്ല. ബട്ട് ഐ എം വെരി ഹാപ്പി. നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇതിനെ കറക്റ്റായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഗെയിനിനാണ് ഈ 15 ടൈംസ്. സോ എല്ലാവരും നല്ലോണം മനസ്സിലാക്കിയിരിക്കുന്നു. ഒരുപാട് ആൾക്കാർ ഇതിനെ ഗവനിക്കുന്നു എന്ന് എനിക്ക് വളരെ സന്തോഷത്തിലാണ്. ബട്ട് ഇത് വന്നിട്ട് ഇൻസ്പൈറ്റ് ഓഫ് ഇറ്റ് ഐ ക്യാൻ ഡൺ എന്നാണ് ഞാൻ പറയും. ഐ.ടി.സി വന്നിട്ട് നല്ല കൺസിഡറേഷൻ റേഞ്ചിൽ തന്നെ ഇരിക്കുന്നു. ഇനി ടാറ്റ ടാറ്റ ക്ലൻറ്റിൻ്റെ മീറ്റിങ്ങിൽ പറഞ്ഞതുപോലെ ഫുഡ് എന്നും കൺസ്യൂണ്. കാരണം അത് ഡെയിലി കയറും. ഐ.ടി.സി വന്നിട്ട് മറ്റ് സ്ഥലങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. ഒക്കെ ഇന്ത്യൻ ബയസ് തങ്ങളോടൊക്കെ ഐ.ടി.സി ഫുഡ് എക്സ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വേറെ ഐ.ടി.സികളോടൊപ്പം നിൽക്കാൻ പോകുന്നതില്ല. ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിലെ ഇതുപോലത്തെ വലിയ കമ്പനികളൊക്കെ എന്ത് പറയണമെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ മാർക്കറ്റിൽ ഇരിക്കുന്ന ഗ്രോത്ത് വന്നിട്ട് ഫാസ്റ്റർ ദാൻ ദി ലോക്കൽ ഗ്രോത്ത്. എക്സ്റ്റേണൽ മാർക്കറ്റ് ഗ്രോത്തിൻ്റെ പുറകെ ഞങ്ങൾ പോകും. ഇന്ത്യയിലിരുന്ന് ഞങ്ങൾ വെളിനാട്ടിന് ഫുഡ്, ബിസ്ക്കറ്റ്, ഇതുമാതിരി സോപ്പ് ഇതുമാതിരി സാധനങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യും. അങ്ങനെ തന്നെ പറയുന്നു. എസ്പെഷ്യലി ഗവൺമെൻറ് വന്നിട്ട് PLON സ്കീമിൽ ഇൻസെൻറ്റീവും കൊടുക്കുന്നു. കാരണം ഞങ്ങൾ എക്സ്പോർട്ട് മാർക്കറ്റിൻ്റെ പുറകെ പോകുമെന്ന് പറയുന്നു. ഇൻഡയറക്റ്റ് എന്ത് പറയുന്നതെന്ന് വെച്ചാൽ Q1 വലുതായിട്ട് ഡിമാൻഡ് ഇല്ല എന്ന്
സമ്മർ പാതിയിൽ ക്ലോസ് ആയ കാരണത്താൽ ഓല കമ്പനീസിനും AC കമ്പനീസിനും വളരെ നഷ്ടമാണ്. ഓല കമ്പനിയെക്കുറിച്ച് സംസാരിക്കുന്ന കാരണത്താൽ ക്യാമ്പക്കോലയെ ആരടിച്ചോ ഇല്ലയോ ബ്രീവറേജസ് വലുത് അടിച്ചിട്ടുണ്ട്. രവി ജയപൂലിയുടെ കമ്പനി വാല്യൂ ഇറങ്ങിയിരിക്കുന്നു. ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു. ആദ്യം നിങ്ങളുടെ അടുത്ത് ഞാൻ തിരികെ പറയുന്നു. സൂചിന്ന് ഇത് കാരണം തന്നെ ഈ കമ്പനികളൊക്കെ പറയുന്നത്. വാല്യുവേഷന് വെറും റീസൺ മാത്രം തന്നെ വേണം ലോണിൽ സൂചി കുറ്റാൻ. ഇപ്പോൾ ക്യാമ്പക്കോല എന്ന് പറയുന്നത് ഒരു റീസൺ അതിൻ്റെ കാറ്റിനെ ഇറക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കുമാരമംഗലം ബിർളയുടെ ഓപ്പസ് വന്നിട്ട് വാല്യുവേഷനെ കുറച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഹൈലി ഓവർ വാല്യൂഡ് സ്റ്റോക്കാണ്. അത് ഈ രണ്ടിനെ ഇരിക്കത്തില്ല. എന്തെങ്കിലും ഒരു ദിവസം ഗ്രാവിറ്റിക്ക് വേണ്ടി താഴെ തന്നെ ആവണം. എസ് ഓഫ് ബീവറേജസ് ആൻഡ് ഏഷ്യൻ പെയിൻറ്റ്സിന് ഈ ഗ്രാവിറ്റി എത്രയും പെട്ടെന്ന് വരുമെന്ന് അവർ വിചാരിച്ച് നോക്കിയില്ല. അത് കാരണം നിങ്ങൾക്ക് വില ഇന്ന് ഇറങ്ങിയാലും നാളെ ക്യാച്ചപ്പ് ആകുമെന്ന് മീനിങ് ഫുള്ളായിട്ട് സ്റ്റോക്കിൻ്റെ വില കയറത്തില്ല. കാരണം തന്നെ ഓവർ വാല്യൂഡ് സ്റ്റോക്സിനെ വാങ്ങേണ്ട എന്ന് പറയുന്നത് ട്രെൻഡിൻ്റെ റിസൾട്ട് വളരെ നന്നായി തന്നെ ഇരിക്കുന്നു. പക്ഷേ ട്രെൻഡിൻ്റെ സ്റ്റോക്ക് 39% ഡൗൺ ഫ്രം PE. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് ദി സെയിം റീസൺ. ഞാൻ നല്ല തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിയൽ ടാറ്റയും നല്ല തന്നെ നടത്തുന്നു. വാല്യുവേഷനെ സ്കൈ ഹൈക്ക് കൊണ്ടുപോയിട്ട് എന്തുകൊണ്ട് ചെയ്യുന്നു, കുത്തുന്നത് കുഴയുന്നതൊക്കെ നിങ്ങൾ പറഞ്ഞ കാരണത്തെ കൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നു. സോ മാർക്കറ്റിന് ഇതിൻ്റെ മുകളിൽ ഗ്രോത്ത് ഇരിക്കത്തില്ല. ഓരോ സ്ഥലത്തിലും സ്റ്റുഡിയോ ഫാക്ടറി ഇടാൻ പറ്റത്തില്ല. ഓൾറെഡി ടയർ 2 ടയർ 3 വരയ്ക്കും സ്റ്റുഡിയോ ഇറങ്ങിയായിരുന്നു. ദുബായിലും സ്റ്റുഡിയോ വന്നായിരുന്നു. കാരണം അതേപോലത്തെ ഗ്രോത്ത് ഇനി ഇരിക്കത്തില്ല. 112 ടൈംസ് ഏർണിങ്സ് ഉണ്ടായിരുന്നു. 50% വീഴുന്നു എങ്കിൽ കൂടെ 50 ടൈംസ് ഏർണിങ്സ് തന്നെ. 75% വാരിജ് പോയെങ്കിൽ തന്നെ ട്രെൻഡ് പോലത്തെ സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇത് കാരണം ട്രെൻഡ് വീഴുന്നുവാ ഇല്ല എൻട്രി കൺസിഡർ ചെയ്യാമെന്ന് ചുമ്മാ ചോദിക്കേണ്ട. ആൻസർ ഇസ് നോ. എന്ന് വെച്ചാൽ ഇത് കാസ്റ്റ് വെരി ഹൈ ആണ്. പൈരജി എന്ന് പറഞ്ഞെടുത്ത് കളിച്ചുവെങ്കിൽ അത് കണ്ണും പോകും. ഇത് കാരണം വൈരസൂചി തന്നെ ഇൻ കേസ് ട്രെൻഡ് ആയിരിക്കട്ടെ, അതർ ഡ്രീവറേജസ് ആയിരിക്കട്ടെ, ഏഷ്യൻ പസ് ആയിരിക്കട്ടെ, എന്തെങ്കിലും കാരണം പറഞ്ഞ് അടിച്ചുവെങ്കിൽ ആ നാളെ ഇറങ്ങിക്കിടക്കും. ഈ പ്രാവശ്യം IC എഞ്ചിൻ കാർസ് നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു. ഈ IC എഞ്ചിൻ കാറിൽ ഹൈബ്രിഡ് കാർ വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു. ടൊയോട്ടയുടെ സെയിൽസ് എല്ലാം സ്റ്റണ്ട് ചെയ്തു. ഇത് ബേസിക്കലി ഹൈബ്രിഡ് സെയിൽസ്. ഹൈബ്രിഡ് തന്നെ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാറ്ററി കടിപ്പെട്ടായിരുന്നു, ഇന്നും മോശമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. റെനോൾട്ട് ആൻഡ് നിസാൻ ടൈപ്പിൽ പ്രോബ്ലം വന്ന കാരണം റെനോൾട്ട് ഇന്ത്യയിൽ പിരിയുമെന്ന ഒരു നില വന്നായിരുന്നു. നിസാൻ JSWയോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് JSW രക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കണം. ഓൾറെഡി JSW വന്നിട്ട് ജിയോയുടെ കടൻ, അതിൻ്റെ ശേഷം ഡ്യൂലക്സ് പെയിൻറ്റ് വാങ്ങിയതും കടൻ. കാരണം ഉരുളുടെ മുകളിൽ കടൻ വാങ്ങിയാൽ അവരും കാണാതെ പോകും. ഇന്നും കടൻ വാങ്ങി ക്യാമ്പിങ് ചെയ്യുന്നു എന്നതാണ് ചോദ്യം ഇവിടുത്തെ. ടാറ്റ വന്നിട്ട് ഒരു ഹൈബ്രിഡ് കമ്പനിയായിട്ട് കംപ്ലീറ്റായി മാറും. റിന്യൂവബിൾ എനർജി കമ്പനിയായിട്ട് മാറും. റീറ്റെയിലെല്ലാം SMBക്ക് സൊല്യൂഷൻ കൊടുക്കും. ചന്ദ്രശേഖർ പറയുന്നു. റിലയൻസ് പവറിൽ ഇരുന്നത് പോലെ മുന്ദ്ര എന്ന പവർ കമ്പനിയിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അവർക്ക്. അതായത് പവർ ജനറേഷനിൽ മുന്ദ്ര പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മുമ്പേ ടാറ്റ പവറിന് ഒരു വലിയ പ്രോബ്ലം വന്നായിരുന്നു. അതിനെ ക്ലോസ് ചെയ്യാൻ അത്രയ്ക്കും പോയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് റിക്കവറായി. ടാറ്റ വെഹിക്കിൾസിൽ കമേഴ്ഷ്യൽ വെഹിക്കിൾ ബിസിനസ്സിൽ ഒരുപാട് പ്രോബ്ലങ്ങൾ ഇരിക്കുന്നു. സ്മാൾ വെഹിക്കിൾസ് വന്നിട്ട് ഐഷർ വന്ന് ടേക്ക് ഓവർ ചെയ്തു. കാരണം ഈ സ്മാൾ വെഹിക്കിളിൽ ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിൾ ചെയ്തില്ലെങ്കിൽ ഇന്നും മാർക്കറ്റ് ഷെയർ പോകുമെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിരിക്കുന്നു. ഇത്ര ദിവസം ആ കമ്പനിയിൽ പാസഞ്ചർ വെഹിക്കിളിനും EVക്ക് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കമ്പനി രണ്ടായി പിരിയുന്ന സമയത്തിൽ ഗിരീഷ് വാങ്ങുന്ന ആ കമ്പനി നടത്തുന്ന ആൾ ഏബിൾ ടു ഫോക്കസ് മോർ ഓൺ കമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഇസിൽ ഒരു 750 kgs 0.75 ടൺസിന് ലോഡ് ഗേറ്റിന് വണ്ടി കൊടുത്തിരിക്കുന്നു. 39,000 പ്ലസ് ടാക്സിന് വണ്ടി വന്നിരിക്കുന്നു. പാപ്പ് ലൈൻ 3 വീലേഴ്സിൻ്റെ അവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ AS സക്സസ്ഫുൾ ആയിരുന്നു. ഇതും സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അറ്റ് വൺസ് കമ്പനി തനിയെ പിരിഞ്ഞതിന് ശേഷം ടാറ്റ ക്രഷിൽ തിരിച്ചും അവരുടെ മാർക്കറ്റ് ഷെയർസിനെ കോബാൽ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ അവരെ കൊണ്ട് മാത്രം തന്നെ സക്സസ്ഫുൾ കമേഴ്ഷ്യൽ വെഹിക്കിൾസ് ചെയ്യാൻ പറ്റും. വലിയ സക്സസ് അവരത് 407 ഇന്നൊന്ന് വന്നിട്ട് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ ജൂൺ 1-ാം തീയതിയിൽ നിന്ന് ലെൻഡ് ഓഫ് ചെയ്താലും ഷെയർ ലിസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞതുണ്ടാകും. ഏത് ഡിസംബർ ജാനുവരി ആകും, മാക്സിമം ഏർലിയസ്റ്റ് നവംബർ ആകും. അതുവരെയ്ക്കും ഈ രണ്ട് കമ്പനിയും കമ്പനിയും നോക്കാൻ പറ്റത്തില്ല. അടുത്തിലിരുന്ന കമ്പനി രണ്ടും തനിയായിട്ട് പിരിക്കാൻ പാടും. ഇതൊരു ഡെവലപ്മെൻറ്റാണ്. സ്വിഗ്ഗി സൊമാറ്റോ ഈ രണ്ട് കമ്പനിക്കും അവർക്ക് ഇരിക്കുന്ന ബിസിനസ്സെ അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ബിസിനസ് ഓൺ ആയിട്ടുണ്ട്.
ഇത് കാരണം വിദഗ്ധമായിട്ട് കാശിനെ റൈസ് ചെയ്യാൻ നോക്കുന്നു. സൊമാറ്റോ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ഡിസ്റ്റൻസിലിരിക്കുന്ന റെസ്റ്റോറൻറ്റിന് വേലച്ചേരിയിലിരിക്കുന്ന റെസ്റ്റോറൻറ്റിന് ഡ്രായപ്പിന് ഓർഡർ ഇട്ടുവെങ്കിൽ എൻ്റെ അടുത്ത് കാണാതെ റെസ്റ്റോറൻറ്റിൽ പോയി എനിക്ക് ഓർഡർ ഇരിക്കുന്നു, എക്സ്ട്രാ മാർജിൻ തരാൻ ചോദിക്കുന്നു. ഒരു ലെവലിൻ്റെ മേലെ മാർജിനെ പുഷ് ചെയ്യാൻ പറ്റത്തില്ല. പുതു കസ്റ്റമർ അകത്ത് വരുന്നില്ല. എക്സിസ്റ്റിംഗ് കസ്റ്റമർ എടുത്ത് പ്ലാറ്റ്ഫോം ഫീ അത് ഇതെന്ന് എടുത്ത് വാങ്ങുന്നു. പ്രോഫിറ്റ് ചില ദിവസങ്ങളിൽ ലോസ്. പക്ഷേ ഇവർ കമാൻഡ് ചെയ്യുന്ന വാല്യുവേഷനിൽ ജസ്റ്റിഫൈ ചെയ്യും അത്രത്തോളം പ്രോഫിറ്റ് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം എന്തെങ്കിലും ഒരു ദിവസം കഥവിനെ എടുത്ത് പൂട്ടിട്ട് തന്നെ ആകണം. ഇത് കാരണം തന്നെ ഞാൻ പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പ്ലെയിൻ ബോർഡ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ില്ല ഓലേറെ സ്റ്റോറിയും ഈ ചാനലിൽ ഒരു വർഷമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കട നിന്ന് മൂടാണ്ടത് തന്നെ എന്ന് നമ്മൾ ഇയാൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലാസ്റ്റിൽ ഇപ്പോൾ പൂട്ടിടാന സിറ്റുവേഷനിൽ വന്നായിരുന്നു. ഓൾറെഡി ഓഡിറ്റർ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ക്യാഷ് ഫ്ലോയിൽ കമ്പനി സർവേ ആകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെയ്ത ഓഡിറ്ററെ തെറ്റെന്ന് നിങ്ങൾ പറയാം. ബട്ട് ഒരു കാര്യമില്ലാതെ ഓഡിറ്റർ ഇങ്ങനെ പറയത്തില്ല. ഇന്ത്യയിൽ ഒരു വലിയ പ്രോബ്ലം ഇരിക്കുന്നു. ഒരാളെ നിങ്ങൾ സ്റ്റാറിന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവരുടെ ട്രാക്ക് റെക്കോർഡ് നിങ്ങൾ നോക്കിയെങ്കിൽ ഫസ്റ്റ് ഒരു കമ്പനി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 2800 രൂപയ്ക്ക് കമ്പനിയെ വിറ്റു. കമ്പനി ഇന്ന് 350 കോടി തന്നെ വാല്യൂ. ഇപ്പോൾ ക്രെറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനി വെച്ച് രാഹുൽ ദ്രാവിഡ്, വിശ്വനാഥ് ആനന്ദ് ഒരുപാട് സെലിബ്രിറ്റീനെ വെച്ച് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്തായിരുന്നു. ടോട്ടലായിട്ട് ഇതുവരെയ്ക്ക് 450 കോടി തന്നെ റവന്യൂ ചെയ്തിരിക്കുന്നു. 5500 കോടി എക്സ്പെൻസ് ചെയ്തിരിക്കുന്നു. നമ്മൾ സ്ഥലത്തിൻ്റെ പ്രോബ്ലം, നമ്മളെ പ്രസിൻ്റെ പ്രോബ്ലമും നമ്മളെ സോഷ്യൽ മീഡിയയുടെ പ്രോബ്ലം ഇതുമാതിരി തെറ്റായ ആൾക്കാരെ വലിയ ഹീറോ പോലെ അവർ കാണിക്കും. ബിസിനസ് ആൻഡ് വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ ഇപ്പം ഇനി എത്രയും പ്രോഫിറ്റ് ചെയ്യുന്നു, എത്ര ക്യാഷ് ഫ്ലോ വരുന്നു. ഇപ്പോൾ നോക്കാതെ നിങ്ങൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തുവെങ്കിൽ അത് ഇരിക്കുന്നവരെ അറിയാതെ പോകും. ഫസ്റ്റായിട്ട് ഞാൻ ഇത്ര ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ടെക് മഹേന്ദ്രയെക്കുറിച്ചാണ്. ഇന്ന് എക്കണോമിക് ടൈംസ് ഒരു വലിയ പീസായിട്ട് വന്നിരിക്കുന്നു. CEO ഈ വർഷത്തിന് എത്ര ടാർഗറ്റ് എന്ന് പറയാതെ സ്ട്രൈറ്റ് ആയിട്ട് 27 പോയായിരുന്നു. ബൈ ഫയർ അങ്ങനെയെന്ന് പറഞ്ഞ് ക്ലൈൻസ് ഇട്ട് എന്താണ് റിസൾട്ട് എന്ന് ചോദിക്കാൻ തുടങ്ങി. ജനങ്ങളെ കുറച്ച് ദിവസത്തിന് പറ്റിക്കാം. എല്ലാ ജനങ്ങളെ എല്ലാ സമയങ്ങളിലും അവരെ പറ്റിക്കാൻ പറ്റത്തില്ല. മാർക്കറ്റ് ഇറങ്ങിയിരിക്കുന്നു. ഫസ്റ്റ് ലിസ്റ്റിൽ എന്തൊക്കെ കറപ്റ്റായിരിക്കുന്നു നിങ്ങൾ നോക്കി കൺസിഡർ ചെയ്യും. അതിനെ വെച്ച് നിങ്ങളുടെ ലൈഫിനെ ബാലൻസ് ചെയ്യാം. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.